എനിക്ക് തോന്നുന്നു വർഗീസാണ് ആദ്യം തന്നെ നമുക്ക് കാര്യം ജസ്റ്റ് പറഞ്ഞിട്ട് നമുക്ക് സിനിമയുടെ വിശേഷങ്ങളിലേക്ക് പോവാം. അപ്പൊ നമുക്ക് ചേച്ചിക്ക് മൈക്ക് കൊടുക്കാം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖല്ലേ? സുഖമായിട്ട് തോന്നുന്നു. സൂര്യഭാരതി ക്രിയേഷൻസിന്റെ അടിനാശം വെള്ളപ്പൊക്കം വർഗീസ് അടി കപ്പേരി കൂട്ടമണി ഇപ്പൊ പറഞ്ഞല്ലോ, അതിനൊക്കെ ശേഷം ചെയ്യുന്ന സിനിമയാണ്. അടികപ്പേരി കൂട്ടമണി പോലെ കുറച്ച് യുവത്വം, അതായത് സ്റ്റുഡൻസും അങ്ങനെയൊക്കെയുള്ള ഒരു സിനിമ തന്നെയാണ് ഇത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു അനൗൺസ്മെന്റ് ചേച്ചി തന്നെ ചെയ്യണം എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയപ്പോൾ ഞാൻ ചോദിച്ചു എന്തിന് ഞാൻ, അപ്പോൾ എന്താ ചേച്ചി തന്നെ ചെയ്യണം എന്ന് വിളിച്ചു വരുത്തിയിരിക്കുകയാണ്. വേറൊന്നുമല്ല, നമ്മൾ ഈ സിനിമയിൽ പ്രധാനമായിട്ടും നമ്മൾ കാണിക്കുന്നത് അല്ലെങ്കിൽ സൊസൈറ്റിയോട് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഇപ്പം എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ നമ്മുടെ ഇടയിൽ വ്യാപകമായി കൊണ്ടിരിക്കുന്ന ഡ്രഗ്സിനെ കുറിച്ച് സേ നോ ടു ഡ്രഗ്സ് എന്ന് പറയുന്ന ഒരു വാചകം, അത് സൊസൈറ്റിയിൽ ഇപ്പൊ ഈ സിനിമ കൊണ്ട് സൊസൈറ്റിയെ നന്നാക്കാം അങ്ങനെ ഒരു ധാരണയൊന്നും ഞങ്ങളുടെ ടീമിന് ഇല്ല. ആക്ച്വലി അങ്ങനെ ഈ സിനിമ കൊണ്ടുകൊണ്ട് എല്ലാവരും നന്നാ, അങ്ങനെയാണെങ്കിൽ മറ്റെന്താ എല്ലാ സിനിമയുടെ ആദ്യം കാണിക്കുന്ന പുകവലി ആരോഗ്യത്തിന് ഹാനികരെന്ന് എഴുതി കാണിച്ച എത്രയോ പേര് പുകവലി നിർത്തണമായിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ട് പറയുന്നുണ്ടായിരുന്നു അത് കാണുമ്പോൾ രണ്ടെണ്ണം കൂടുതൽ വലിക്കാൻ തോന്നുന്നു. അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു എന്താ പറയാ ഒരു ധാരണ അങ്ങനെയല്ല. പക്ഷെ നമ്മളാൽ കഴിയുന്നത് നമ്മൾ സമൂഹത്തിന് ചെയ്യാൻ പറ്റിയാൽ അത്രയും നല്ലതല്ലേ. നമ്മൾക്ക് എന്ത് കൊടുക്കാൻ പറ്റും, നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ആരോ പറഞ്ഞ പോലെ ഈ ലഹരി എന്ന് പറയുന്ന സാധനം പല രീതിയിലാണ്. അപ്പൊ മദ്യത്തിന്റെ കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ ഒരാൾ പറയണ്ടായിരുന്നു, മദ്യം കഴിക്കുന്നതിൽ തെറ്റില്ല, പക്ഷെ കഴിക്കാൻ അറിയാവുന്നവനെ കഴിക്കാവൂ എന്ന് പറഞ്ഞ പോലെയാണ്. അപ്പൊ ഞാൻ പ്രധാനമായിട്ടും ഇതില് നമ്മുടെ ഇപ്പോഴത്തെ യുവതലമുറയുടെ പ്രശ്നങ്ങൾ, അതായത് ഡ്രഗ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ സിനിമയിലുള്ളത്. ഡ്രഗ്സ് യൂസ് ചെയ്യുമ്പോൾ, ലഹരി യൂസ് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഒരു റിലേഷൻ അല്ലെങ്കിൽ ഒരു ഫാമിലി അല്ലെങ്കിൽ അയാൾക്ക് തന്നെ എന്ത് സംഭവിക്കാം, അല്ലെങ്കിൽ അതുകൊണ്ട് ഒരു സൊസൈറ്റിയിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്ന് കാണിക്കുന്ന ഒരു സിനിമ തന്നെയാണ് ഇത്. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സിനിമയാണ്. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത്, അല്ലെങ്കിൽ ഞങ്ങൾ അനൗൺസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അതൊന്നുമല്ല. നമ്മൾ ഒരു ഷോർട്ട് ഫിലിം മത്സരം നടത്താൻ തീരുമാനിക്കുകയാണ്. 1.5 മിനിറ്റുള്ള ഒരു ഷോർട്ട് ഫിലിം, അത് പ്രായപരിധി ഒന്നും ഇല്ലാതെ തന്നെ 1.5 മിനിറ്റുള്ള ഷോർട്ട് ഫിലിം മത്സരത്തിന് ക്ഷണിക്കുകയാണ്. അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ഒരു ഷോർട്ട് ഫിലിം ഈ സിനിമയുടെ, എനിക്ക് തോന്നുന്നു ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സിനിമ റിലീസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഒരു ഷോർട്ട് ഫിലിം, ആ സിനിമയായിട്ട് ബന്ധപ്പെട്ട ഒരു ഷോർട്ട് ഫിലിം, അതും നമ്മുടെ ഈ സിനിമയായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരാൾ ചെയ്യുന്ന ഷോർട്ട് ഫിലിം, അതിന് സിനിമയ്ക്ക് തൊട്ടു മുമ്പ് പ്രദർശിപ്പിച്ചിട്ടായിരിക്കും നമ്മുടെ ഈ അടിനാശം വെള്ളപ്പൊക്കം എന്നുള്ള സിനിമ സ്റ്റാർട്ട് ചെയ്യുക. അത് റിലീസിന്റെ അന്ന് മാത്രമല്ല, എത്രത്തോളം ദിവസം നമ്മൾ ആ സിനിമ തിയേറ്ററിൽ ഓടുന്നോ അത്രയും ദിവസം തന്നെ നമ്മൾ ആ ഷോർട്ട് ഫിലിം കാണിച്ചു തന്നെയായിരിക്കും പോവുക. പക്ഷെ ആരാണ് വിന്നർ എന്നുള്ളത് അന്ന് അറിയുള്ളൂ. അത് റിലീസ് ചെയ്യുന്ന അന്നായിരിക്കും ഇന്ന ആളുടെ ആണ് എന്നുള്ളത് അറിയുള്ളൂ. അപ്പോ പ്രായപരിധി ഇല്ല, ഞാൻ പറഞ്ഞല്ലോ. ചിലപ്പോൾ അത് ഈ പറഞ്ഞ പോലെ കൊച്ചുകുട്ടികൾ, ഇപ്പം ഒരുപാട് പേര് സ്കൂളിലെ കുട്ടികളൊക്കെ ഷോർട്ട് ഫിലിംസ് എടുക്കുന്നുണ്ട്, നല്ല ഷോർട്ട് ഫിലിംസ് എടുക്കുന്നുണ്ട്. അവർക്ക് ചെയ്യാം, വയസ്സായവർക്ക് ചെയ്യാം, പെൺകുട്ടികൾക്ക് ചെയ്യാം, എല്ലാവർക്കും പ്രായപരിധി ഇല്ലാതെ ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്ന ഒരു ഷോർട്ട് ഫിലിം, സേ നോ ടു ഡ്രഗ്സ്, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു 1.5 മിനിറ്റ് കവിയാത്ത ഒരു ഷോർട്ട് ഫിലിം. അപ്പോൾ അതാണ് അനൗൺസ് ചെയ്യാനിരുന്നത്. ഞങ്ങളെ സംബന്ധിച്ച്, ഞങ്ങളുടെ ക്രൂവിനെ സംബന്ധിച്ച് അതൊരു പ്രധാനപ്പെട്ട ഇത് തന്നെയാണ്. അത് മാത്രമല്ല, സൂര്യഭാരതി ക്രിയേഷൻസ് ഇവിടെ വേറൊരു കാര്യം കൂടി സൂചിപ്പിക്കുകയുണ്ടായി. അവരുടെ അടുത്ത പടത്തിൽ ഞാൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല, പക്ഷെ ഈ സെലക്ട് ചെയ്യുന്ന ആളുണ്ടാവും എന്ന് പറഞ്ഞു.
മഞ്ജു മാഡം അടുത്ത നമ്മുടെ പടത്തിലുണ്ടാവുക വളരെ നല്ലൊരു ക്യാരക്ടറാണ് ശരിക്കും. അതിഗംഭീരമായിട്ട് നമ്മളൊക്കെ കണ്ണഞ്ചിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പ്രകടനങ്ങളായിരുന്നു. അപ്പൊ സ്ക്രീനിൽ ഞങ്ങൾ കണ്ടപ്പോൾ കുറച്ചും കൂടെ ഇതായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു വാക്ക് വേണ്ട, നമ്മൾ അടുത്ത പടത്തിലുണ്ടാവും. അത്രയൊന്നുമില്ല, കുഴപ്പമില്ലാത്തൊരു നല്ല ക്യാരക്ടറാണ് ചെയ്തത്. സ്ഥിരം കാണുന്ന അമ്മ വേഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് കുറച്ച് ദാരിദ്ര്യമില്ലാത്ത മെയിൻലി അതാണ് പറയുന്നത്. എന്നെ കാണുമ്പോൾ എല്ലാവരും കഷ്ടപ്പെടുന്ന അമ്മ എന്നൊക്കെ പറഞ്ഞ് വിളിക്കാറുണ്ട്. കുറച്ച് മേക്കപ്പ് ഒക്കെ ഇട്ട് കുറച്ച് സ്റ്റൈലിഷ് ആയിട്ടുള്ള, അതും അമ്മ തന്നെയാണ്, ബട്ട് ദാരിദ്ര്യമില്ല. അപ്പോൾ ഇതാണ് ഞങ്ങൾ അനൗൺസ് ചെയ്യാനിരുന്ന കാര്യം. അപ്പോൾ എന്ന് മുതലാണ് നമ്മളിത് അതായത് ക്ഷണിച്ചു തുടങ്ങുന്നത്? നവംബർ 16 വൈകുന്നേരം 4 മണി വരെയാണ് ഇത് ലാസ്റ്റ് ഡേറ്റ്. എൻട്രികൾ സ്വീകരിക്കുന്ന ലാസ്റ്റ് ഡേറ്റ്. നവംബർ 18 വൈകുന്നേരം 4 മണി വരെ. അതിനുള്ളിൽ ഈ പറയുന്ന ഷോർട്ട് ഫിലിമുകളുടെ എൻട്രി നമ്മൾ ഇതറിയുന്ന എന്ന് മുതലാണോ? കാരണം ഇപ്പൊ നമ്മൾ തന്നെ ഇപ്പൊ പല എന്താ പറയുക 24 hours അല്ലെങ്കിൽ 48 hours ഒക്കെ ഷോർട്ട് ഫിലിം കണ്ടസ്റ്റുകളൊക്കെ പലയിടത്തും നടക്കുന്നുണ്ട്. അപ്പോൾ എന്ന് മുതൽ എന്ന് റെഡി വന്നോ അന്ന് മുതൽ നിങ്ങൾക്ക് എൻട്രികൾ അയക്കാം. നവംബർ 18 വൈകുന്നേരം 4 മണി വരെയാണ് ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ്. അതിനുള്ളിൽ ഇത് അയക്കാം. അതെ, അതുകൊണ്ട് 4K റെസൊല്യൂഷൻ ഉണ്ടായിരിക്കണം. ഐഫോൺ ആണ്, പക്ഷെ 4K റെസൊല്യൂഷൻ കാര്യങ്ങളെല്ലാം ഉണ്ടാകണം. 4K റെസൊല്യൂഷൻ ഉണ്ടായിരിക്കണം. പിന്നെ അതുപോലെ AI ജനറേറ്റഡ് ആയിരിക്കാൻ പാടില്ല. പിന്നെ വേറെ പറഞ്ഞ പോലെ കോപ്പി മ്യൂസിക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാൻ പാടില്ല. എല്ലാം ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള കണ്ടന്റുകളും കാര്യങ്ങളും ആയിരിക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി മഞ്ജു ചേച്ചി പറഞ്ഞ നമ്മൾ ഇപ്പൊ അനൗൺസ് ചെയ്യാൻ പോകുന്ന സാധനം ഒന്നും കൂടെ ഡയറക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യും. ഫ്യൂ വേർഡ്സിൽ ഒന്നും കൂടെ ആദ്യം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യും. പിന്നെ വാഴൂർ ജോസ് ചേട്ടനും കൂടെ നമ്മൾ വെച്ച് ജോയിൻ ചെയ്തിട്ടുണ്ട്. നേരത്തെ പറയാൻ സോറി. വെൽക്കം ചേട്ടാ. ഓക്കെ, നമുക്ക് ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ബാക്കിയുള്ളവർക്ക് ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? അടികപ്പേര്, കൂട്ടമണി, ഉറിയടി എന്നീ സിനിമകൾക്ക് ശേഷം ഞാൻ സംവിധാനം ചെയ്യുന്ന 3ാമത്തെ പടമാണ് അടിനാശം വെള്ളപ്പൊക്കം. ആ സിനിമയോട് അനുബന്ധിച്ച് ഞങ്ങളൊരു ഷോർട്ട് ഫിലിം കണ്ടസ്റ്റ് നടത്താൻ ആഗ്രഹിക്കുന്നു. സേ നോ ടു ഡ്രഗ്സ് എന്നാണ് അതിൻ്റെ ആ തീം ബേസ്ഡ് ആയിട്ടുള്ള കണ്ടന്റ് ഷോർട്ട് ഫിലിമുകളാണ് ഞങ്ങൾ വേണ്ടത്. അപ്പോൾ ഈ വരുന്ന ഷോർട്ട് ഫിലിമുകളിൽ നിന്നും വിജയിക്കുന്ന സെലക്ട് ചെയ്യുന്ന ഷോർട്ട് ഫിലിം അടിനാശം വെള്ളപ്പൊക്കം എന്നുള്ള സിനിമ തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കുന്നതായിരിക്കും. അതെന്നാണ് ശരിക്കും പറഞ്ഞത്. അപ്പോൾ അതാണ് എൻ്റെ ഒരു കാരണം. ഇത് ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു സിനിമകളുടെ കൂടെ ഫീച്ചർ ഫിലിമിന്റെ കൂടെ ഈ പറയുന്ന പോലെ ഒരു ഷോർട്ട് ഫിലിം പ്രദർശിപ്പിച്ച ആയിട്ട് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ ഇതൊരു അതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നവംബർ 18 ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ്. അതിന് മുമ്പായിട്ട് ഇതിന് എൻട്രികളെല്ലാം ക്ഷണിക്കുന്നു. അത് ഞങ്ങളുടെ വെബ്സൈറ്റ് ഉണ്ട്, മെയിൽ ID ഉണ്ട്. അത് ഞങ്ങൾ ഇവിടെ നമ്മൾ റിലീസ് വിതരണം ചെയ്യുന്നതായിരിക്കും. അതിനകത്ത് എല്ലാം പിന്നെ ഞങ്ങൾ ഒരു പ്രോപ്പർ ഒരു പോസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനകത്ത് എൻ്റെ മെയിൽ ID കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ആ മെയിലിലേക്ക് ഇതിൻ്റെ അയച്ചു തന്നാൽ. അതെ, നിബന്ധന വെച്ചാൽ ഇത് 4K റെസൊല്യൂഷൻ ആയിരിക്കണം. AI ജനറേറ്റഡ് ഒന്നും ആയിരിക്കാൻ പാടില്ല. എല്ലാം ഇപ്പം തന്നെ മ്യൂസിക് ആയാലും എല്ലാം അതിന് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള കോപ്പിറൈറ്റഡ് ഒന്നും ആയിരിക്കാൻ പാടില്ല. എല്ലാം ഇൻഡിപെൻഡന്റ് കണ്ടന്റുകളായിരിക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്താണ് ഇതിനുള്ള ഒരു ഇൻസ്പിറേഷൻ എന്നാണ്? കാരണം നമ്മളിപ്പോൾ ചേച്ചി പറഞ്ഞ പോലെ എല്ലാ സിനിമയുടെ ഫ്രണ്ടിൽ കാണുന്ന ഒരു ആഡ് കാണുമ്പോൾ തന്നെ തിയേറ്ററിൽ ഇരിക്കാനായിട്ടൊരു ബുദ്ധിമുട്ടുണ്ട്. അല്ലെങ്കിൽ അങ്ങനത്തെ ആഡ് കാണുമ്പോൾ തന്നെ സീറ്റിലിരിക്കാതെ കുറച്ചാലും വെളിയിൽ പോയി എടുത്തിട്ട് പിന്നെ തുടങ്ങുമ്പോൾ കയറി വരുന്നൊരു പ്രവണതയുണ്ട്. അതിനുവേണ്ടി അതിന് മാറ്റം കൊടുക്കാറുണ്ട് വേറെ ആഡ് എന്നുള്ള ലെവലിൽ ചെയ്യാൻ. അതൊക്കെ നമ്മൾ കണ്ട് മടുത്തതിൽ നിന്നും നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ ഒക്കെ എന്താ പറയുന്നത് വേറെ രീതിയിൽ ഇതിനെ കാണാം. എങ്ങനെ നമ്മൾ അതിനെ പ്രസന്റ് ചെയ്യാം. അത് ഇപ്പോൾ പലരുടെയും ഭാവനകൾ വേറെ വേറെ രീതിയിലായിരിക്കും.
അപ്പോൾ ചിലപ്പോൾ നല്ല നല്ല ഐഡിയാസ് ചിലപ്പോൾ ഈ പറയുന്ന ഗവൺമെന്റ് തന്നെ ചിലപ്പോൾ സെൻസർ ബോർഡ് തന്നെ ചിലപ്പോൾ അംഗീകരിച്ച് ചിലപ്പോൾ നാളെ ചിലപ്പോൾ അതായിരിക്കാം ഈ പറയുന്ന മുമ്പ് ചിലപ്പോൾ പ്രദർശിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു നമുക്ക് കാരണം പിന്നെ ഇത് പറഞ്ഞ പോലെ നമ്മളിതൊരു ഈ സിനിമ അടിനാശം വെള്ളപ്പൊക്കം എന്ന് പറയുന്നത് ത്രൂ ഔട്ട് ഒരു കംപ്ലീറ്റ്ലി ഒരു കോമഡി എന്റർടൈനറാണ്. അതിനകത്തൊരു കണ്ടന്റ് എന്ന് പറയുന്നത് ലിറ്ററൽസ് ബേസ് ചെയ്തിട്ട് വരുന്ന ഒരു കണ്ടന്റ് ആണ്. അതിനെ നമ്മൾ ഗ്ലോറിഫൈ ചെയ്യുകയോ അല്ലെങ്കിൽ അതിനെ വേറെ രീതിയിൽ കാണിക്കുകയോ ഒന്നുമല്ല. അപ്പോൾ ഇതൊരു സോഷ്യൽ അവയർനെസ് എന്നും കൂടി ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ തലമുറയിലെ ഒരു വലിയൊരു ദുരന്തമാണ്. അപ്പം അത് അതിനെതിരായിട്ട് നമുക്കൊരു അവയർനെസ് പോലെ നമ്മളൊരു ചിന്തിച്ച ഒരു കാര്യമാണ്. ഈ പടത്തിൽ അഭിനയിക്കാൻ നിർഭാഗ്യവശാൽ പറ്റിയില്ല എങ്കിലും ഇത് ഈ പ്രോഗ്രാമിന് ആശംസ പറയാൻ വേണ്ടി ഞാൻ എൻ്റെ ക്ഷണിക്കുകയാണ്. നമസ്കാരം. എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ഞങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ എന്നോട് പറഞ്ഞത് മഞ്ചിപ്പിള്ള ഒന്നുമില്ലാതെ നമ്മൾ ചെയ്യില്ല. മഞ്ചിപ്പിള്ളക്ക് കഥകളും കാര്യങ്ങളൊക്കെ എല്ലാം ഗ്രഹിച്ചിട്ടാണ് മഞ്ചിപ്പിള്ള കമ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സൂപ്പർ ഹിറ്റാണ്. തീർച്ചയായിട്ടും വേറെ എല്ലാം അറിയാവുന്ന എല്ലാത്തിനെയും ഗ്രഹിച്ച് ഇറക്കി ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റാണ് മഞ്ചിപ്പിള്ള. അതുപോലെ എല്ലാവർക്കും ആശംസകൾ. അടിപൊളിയാവട്ടെ, അടിച്ച് പൊളിക്കും. ഈ പടത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഡയറക്ടർ അടിയുടെ ആളാണ്. അതായത് ആദ്യത്തെ പടത്തിൽ അടി കത്തിയാനെ കൊണ്ടുവരുന്നത്, രണ്ടാമത്തെ പടം ഉറി അടി, ഈ പടം അടി നാശം വെള്ളം, മൊത്തത്തിൽ ഒരു അടിയുടെ ആളാണ്. അപ്പം പടവും അടിച്ചു പൊളിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഞാൻ ജോസായിട്ട് കൊടുക്കാം. ഈ സിനിമ ഒരു സംവിധായകൻ പറയുന്നതാണ്. പുള്ളി ഷൂട്ടിംഗ് തുടങ്ങിയ സമയത്ത് എനിക്ക് പല സമയങ്ങളിലും പറഞ്ഞെന്നുള്ള ചില കാര്യങ്ങളാണ്. ഒരു പൂർണ്ണമായൊരു യൂത്തിൻ്റെ സിനിമയാണ്. ഒരു ക്യാമ്പസ്, ഒരു എഞ്ചിനീയറിംഗ് ക്യാമ്പസ് പശ്ചാത്തലത്തിൽ ഒരു ഫൺ ത്രില്ലർ സിനിമയായിട്ടാണ് വർഗീസ് ഈ സിനിമ ഒരുക്കിയിരിക്കുന്നത്. ഒരു സിനിമയുടെ ഒരു 65-70% സീനുകളും ഒരു ക്യാമ്പസ്, എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ക്യാമ്പസിനകത്തായിരുന്നു. കുട്ടിക്കാനം മരിയൻ എഞ്ചിനീയറിംഗ് കോളേജും മാർ ബെസേലിയസ് എഞ്ചിനീയറിംഗ് കോളേജുമാണ് ഷൂട്ട് ചെയ്തത്. പിന്നെ അതിന് വെളിയിൽ വരുന്ന ചില പോർഷൻസുകളിൽ കൂടിയാണ് ഈ ചിത്രത്തിന് ഒരു പുതിയ ട്വിസ്റ്റ് വരുന്നത്. ആ ട്വിസ്റ്റ് അതാണ് ഇതിൻ്റെ ഒരു മെസ്സേജ് കൊണ്ടുപോകുന്നത്. എനിക്ക് തോന്നുന്നത് മഞ്ജു വിചാരിക്കുന്നത് കോളേജ് പ്രിൻസിപ്പലാണെന്ന് തോന്നുന്നു, അല്ലേ? അല്ല, ഫുൾ ത്രില്ലറാണെന്ന് ഞാൻ പറയായിരുന്നു. അത് ഡയറക്ടർ പറഞ്ഞ തന്നെ ക്യാമ്പസാണ് ഇതിൻ്റെ മെയിൻ. യൂത്തിനെ ഏറെ ആകർഷിക്കുന്ന ഒരു സിനിമ തന്നെയായിരിക്കും. ഒപ്പം ഒരു മെസ്സേജ് ഉണ്ട്. ആ മെസ്സേജിന് വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ഷോർട്ട് ഫിലിം യുവാക്കളിൽ എത്തിക്കണം എന്നുള്ള ആഗ്രഹത്തിന് അണിയർ പ്രവർത്തകർക്ക് തോന്നിയത് ഇങ്ങനെ ഒരു മീഡിയ മീറ്റ് സംഘടിപ്പിക്കാൻ സാഹചര്യം ഒരുക്കിയത്. അത് നല്ല രീതിയിൽ ഉദ്ദേശിക്കുന്ന രീതിയിൽ വരട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ സിനിമ നന്നായ രീതിയിൽ ഡിസംബർ 5-ന് എത്തുകയാണ്. വേണ്ട പ്രോത്സാഹനങ്ങൾ നൽകുന്നുണ്ടാകണം, പ്രേക്ഷകരുണ്ടാകണം ആശംസിക്കുന്നു. അടിനാശം വെള്ളപ്പൊക്കം പേര് സൂചിപ്പിക്കും പോലെ തന്നെ ഒരു പക്ക കോമഡി എന്റർടൈനറാണ്. അടികപ്പിയാരെ കൂട്ടമണി ഇഷ്ടപ്പെട്ട എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും എന്ന് പൂർണ്ണ വിശ്വാസമുണ്ട്. ഇതും ഒരു ക്യാമ്പസ് ബേസ്ഡ്, എന്നാൽ ഫുള്ളി ക്യാമ്പസ് അല്ല, എന്നാൽ ക്യാമ്പസ് ബേസ്ഡ് ഒരു സബ്ജക്റ്റാണ്. അതിലൊരു 4 പയ്യന്മാരുണ്ട്. സഞ്ജയ്, സജിത്, പ്രിൻസ്, പിന്നെ വിനീത്, ക്യാരക്ടറിലേക്ക് വിനീത്, പിന്നെ എലിസബത്ത്. ഇത് താരതമ്യേന അവർ പുതുമുഖങ്ങളാണ്. എന്നാൽ പോലും പിന്നെ നമുക്കുള്ള ഒരു മെയിൻ ആർട്ടിസ്റ്റുകൾ എന്ന് പറയുന്നത് ഷൈൻ ടോം ചാക്കോ, മഞ്ജു ചേച്ചി, ബൈജു ചേട്ടൻ, അശോകൻ ചേട്ടൻ, ബാബു ആന്റണി ചേട്ടൻ, ജോൺ വിജയ്, പ്രേംകുമാർ ചേട്ടൻ, ശ്രീകാന്ത് വെട്ടിയ, അങ്ങനെ ഒരു വലിയൊരു താരനിരയുള്ള ഒരു സിനിമയാണ്. ഒരു എന്താ പറയുക, കപ്പിയാർ പോലെ ഒരു സിംഗിൾ ഹീറോ എന്ന് പറയുന്നതിനെക്കാട്ടിലും ഒരു ഗ്രൂപ്പ് ആയിട്ടുള്ള ഒരു കോമഡി, ഒരു പക്ക കോമഡി, ഒരു സ്ലാപ്സ്റ്റിക് കോമഡി എന്റർടൈനർ. ആഘോഷമായിട്ട് എല്ലാവർക്കും വന്നിരുന്ന് കണ്ട് ചിരിച്ച് രസിച്ച് എന്റർടൈൻ ആയി പോകാൻ പറ്റുന്ന ഒരു പക്ക കോമഡി എന്റർടൈനർ. 10 വർഷം മുമ്പാണ് ഒരു ക്രിസ്മസ് ഡിസംബറിലാണ് അടിക്കപ്പേരെ കൂട്ടമണി ഇറങ്ങുന്നത്. 10 വർഷത്തിന് ശേഷം അതേപോലെ ഒരു ഡിസംബർ 5-ാം തീയതി അടിനാശം വെള്ളപ്പൊക്കം ഇറങ്ങുന്നു.
എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹങ്ങളും ഉണ്ടാകുന്നു. ഈ ഡിസംബറിന്റെ ഞാൻ വീണ്ടും മൈക്കൊന്നുകൂടെ വാങ്ങിച്ചത് ഡിസംബറിന്റെ പ്രത്യേകത പറഞ്ഞുകൊണ്ടാണ്. ഈ സിനിമ നിർമ്മിക്കപ്പെട്ടത് വളരെ അത്ഭുതകരമായ ഒരു സാഹചര്യത്തിലാണ്. കാര്യം ഞാൻ ഒരു റെസ്റ്റോറൻറ്റിൽ തിരുവനന്തപുരത്ത് ആര്യനിവാസം എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ കോഫി കുടിക്കാനായിട്ട് പോകുമ്പോൾ വർഗീസും എൻ്റെ ജ്യേഷ്ഠനായിട്ടുള്ള ജയചന്ദ്രൻ എന്ന് പറയും ഈ സിനിമയുടെ ഒരു എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറാണ്. ജയചന്ദ്രൻ ചേട്ടനായിട്ട് രണ്ടുപേരായിട്ട് ഇങ്ങനെ അവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞാൻ അവിചാരിതമായിട്ട് അവിടെ ചെല്ലുന്നു, ഇവരെ കാണുന്നു, സംസാരിക്കുന്നു, വർഗീസിനെ പരിചയപ്പെടുത്തുന്നു. വർഗീസ് അടികപ്പിയാരെ കൂട്ടമണിയുടെ ഡയറക്ടറാണെന്ന് പറയുന്നത്. ഞാൻ അപ്പോൾ അത്ഭുതപ്പെട്ടു. കാര്യം എനിക്ക് ഇത്ര ചെറുപ്രായത്തിൽ ഇങ്ങനെ ഒരു നല്ല സിനിമ എടുത്ത ആളാണ് എൻ്റെ ഫ്രണ്ടിലിരിക്കുന്നത്. എനിക്ക് വീണ്ടും വീണ്ടും സംശയമായിരുന്നു, ഇത് തള്ളു പറയുന്നതാണോ. അപ്പം പറഞ്ഞില്ല, ഇയാളാണ് ഈ സിനിമ എടുത്തതെന്നത്. അങ്ങനെ പിന്നെ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു. അടുത്ത ആഴ്ച ഞങ്ങൾ ഈ സിനിമയെ പറ്റിയുള്ള ഒരു ഡിസ്കഷൻ വരുന്നു, വർഗീസുമായിട്ട് പോകുന്നു. വെറും ഒരു 10 ദിവസം കൊണ്ടാണ് ഈ സിനിമയുടെ ബാക്കി പ്രവർത്തനങ്ങളെല്ലാം തുടങ്ങി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോൾ പറയാൻ പാടില്ല, സിനിമയുടെ ഷൂട്ടും മറ്റു കാര്യങ്ങളും തിരക്കഥ വായന എല്ലാം ഒരുമിച്ച് നടന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു ഇതായിട്ടില്ലേ. വളരെ സമയമില്ല, വളരെ പെട്ടെന്ന് ഷോർട്ടായിട്ട് ഞങ്ങൾ കാണുന്നു, ഒരാഴ്ച കഴിഞ്ഞ് സംസാരിക്കുന്നു, അഡ്വാൻസ് കൊടുക്കുന്നു, ലൊക്കേഷൻ കാണാൻ പോകുന്നു, പിന്നെ അങ്ങോട്ട് പല പല പരിപാടികളായിരുന്നു. അങ്ങനെ ഒരു വളരെ ഒരു എന്താ പറഞ്ഞാൽ അത്ഭുതകരമായിട്ട് അല്ലെങ്കിൽ ആകസ്മികമായിട്ട് നമ്മളെപ്പോഴും കേട്ടിട്ടുള്ള സിനിമ സംഭവിക്കുന്നതാണ്. വളരെ കറക്റ്റാണ്. അങ്ങനെ സംഭവിച്ച ഒരു സിനിമയാണ് ഈ അടിനാശം വെള്ളപ്പൊക്കം. അപ്പൊ അതിന്റെ പ്രധാന കാരണക്കാരനായ ശ്രീ ജയചന്ദ്രൻ ചേട്ടൻ ഇവിടെ എത്തിയിട്ടില്ല. അദ്ദേഹം നമ്മുടെ സിനിമയുടെ ഒരു കാര്യമായിട്ട് ചെന്നൈയിലാണ്. എങ്കിൽ ഈ സമയത്ത് ഈ സന്തോഷവേളയിൽ അദ്ദേഹത്തിനെ കൂടെ സ്മരിക്കുന്നു. ഞാൻ മൈക്ക് വീണ്ടും നമ്മുടെ വർഗീസിനെ കൈമാറി. എൻ്റെ ഏറ്റവും ഈ പറഞ്ഞ സൂര്യഭാരതി ക്രിയേഷൻസ് എന്ന് പറഞ്ഞ പ്രൊഡക്ഷൻ ഹൗസിന്റെ ആദ്യത്തെ സിനിമയാണ് അടിനാശം വെള്ളപ്പൊക്കം. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനൊരു പ്രൊഡക്ഷന്റെ കീഴിൽ വർക്ക് ചെയ്യാൻ സാധിക്കും, ആദ്യത്തെ പടം തന്നെ ചെയ്യാൻ സാധിക്കുക എന്ന് പറയുന്നത് ഒരു വലിയൊരു, എന്നെപ്പോലെ ഒരു ഡയറക്ടറെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ്. കാരണം ചേട്ടൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു തരത്തിലും നമുക്കുള്ള ഒരു തലവേദനയോ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ക്രിയേറ്റീവ് സൈഡിൽ നമുക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ ഒന്നും തരാതെ നമുക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യം തന്ന് സിനിമ ചെയ്യാൻ അനുവദിച്ച ഒരു പ്രൊഡക്ഷൻ ഹൗസാണ്. അത് വളരെ വളരെ റെയർ ആണ് അങ്ങനത്തെ പ്രൊഡക്ഷൻ ഹൗസുകളൊക്കെ കിട്ടുക എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ ആദ്യത്തെ പ്രൊഡക്ഷൻ ആദ്യത്തെ സിനിമ തന്നെ ചെയ്യാൻ പറ്റിയത് വളരെ ഒരു വലിയ ഭാഗ്യമായിട്ട് കാണുന്നു. മാത്രമല്ല ഇപ്പോൾ ഈ പറയുന്ന ഈ ഒരു ഷോർട്ട് ഫിലിം കണ്ടസ്റ്റന്റെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ അതെന്ന് വെച്ചാൽ ഈ പറയുന്ന ഒരു ഷോർട്ട് ഫിലിം അത് നമ്മുടെ സിനിമയുടെ കൂടെ പ്രദർശിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരു ഫുൾ സിനിമ ചെയ്യുന്നതിന്റെ എല്ലാ പ്രൊസീജിയേഴ്സും നമ്മളത് ചെയ്യണം. അതായത് അതിന് പ്രോപ്പർ സർട്ടിഫിക്കേഷൻ വേണം, അതിനുള്ള സെൻസർ സർട്ടിഫിക്കറ്റ്, അതിനുള്ള എല്ലാ കാര്യങ്ങളും നമ്മളത് ചെയ്യണം. അതായത് ഒരു സിനിമ ചെയ്യുന്ന കാര്യങ്ങൾ, സിനിമയ്ക്ക് നമ്മൾ തിയേറ്ററിൽ എത്തിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണോ അതെല്ലാം ഈ ഒരു 1.5 മിനിറ്റിന്റെ ഷോർട്ട് ഫിലിം അത് നമുക്ക് എക്സ്ട്രാ എമൗണ്ടും കൂടെ ചെലവാകുന്ന ഒരു കാര്യമാണ്. അത് അപ്പോൾ ഓരോ തിയേറ്ററുകൾക്കും കൊടുക്കാനുള്ള ഒരു ഏകദേശം 2 ലക്ഷം രൂപ അടുപ്പിച്ച് അതിനുള്ള ഈ ഒരു ഷോർട്ട് ഫിലിം എല്ലാ തിയേറ്ററുകളിലും പ്രദർശിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു പ്രൊഡക്ഷൻ ഹൗസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 2 ലക്ഷത്തോളം രൂപയുടെ എക്സ്ട്രാ ക്യാഷാണ്. പക്ഷേ ഞങ്ങൾ ഇങ്ങനെ ഒരു ആശയം അവരുടെ അടുത്ത് അവതരിപ്പിച്ചപ്പോൾ ഒരു തടസ്സവുമില്ലാതെ അവരത് ഓക്കെ പറഞ്ഞു. ഏറ്റവും കൂടുതൽ ചാടി നിന്ന് ചേട്ടനാന്ന് തന്നെ പറയാം. അത്രയും ഇനിഷ്യേറ്റീവ് എടുത്ത് തന്നെ നമുക്ക് എന്തായാലും ഉറപ്പായിട്ട് നമ്മളിത് ചെയ്യണം. മനോജ് സാറിനെ അറിയിച്ചപ്പോൾ മനോജ് സാറും പൂർണ്ണമായിട്ട് സന്തോഷം. അദ്ദേഹത്തിന് ഇവിടെ എത്താൻ സാധിച്ചില്ല. അദ്ദേഹത്തിന് പൂർണ്ണമായിട്ട് ഉറപ്പായിട്ട് ഇത് ചെയ്യണം. ക്യാഷ് അല്ല നമുക്ക് പ്രശ്നം. നമുക്ക് ഇതുപോലുള്ള നല്ല നല്ല ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് നിങ്ങൾ കൊണ്ടുവരണം. അതിന് പൂർണ്ണമായിട്ടും സപ്പോർട്ട് തന്ന ഒരു പ്രൊഡക്ഷൻ കമ്പനി അത് വളരെ ചുരുക്കമാണ്, അല്ലെങ്കിൽ ഇല്ലാന്ന് തന്നെ പറയാം. ഇത്രയും ഈ പറയുന്ന ഒരു എഫേർട്ട് അല്ലെങ്കിൽ ഒരു മണി അവർ ചെയ്യുന്ന സിനിമയ്ക്ക് പുറമെ അവർ ചെലവാക്കുകയാണ്. അത് പ്രത്യേകം അത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്.